നമുക്കൊരു റെസിപ്പി വീഡിയോ അല്ല കേട്ടോ, ഒരു വ്ളോഗാണ്. വ്ളോഗ് എന്ന് പറയുമ്പോൾ വലുതെന്നല്ല, ഒരു ചെറിയൊരു വ്ളോഗ്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം പെരുന്നാളിൻ്റെ ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ അടുത്തുള്ളൊരു ബീച്ചിൽ പോയ സമയത്ത് എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒരുപാടൊന്നുമില്ല, വളരെ ചെറിയ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ. അപ്പോൾ കണ്ടുനോക്കാം. ബീച്ചിൽ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് കഴിക്കാനായിട്ട് കുറച്ച് ഷവർമ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നതാണ്. ഷവർമ എന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള നമ്മളായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ഷവർമയാണ്. ഷവർമ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുൻപ് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുബൂസ് എടുത്തിട്ട് ഇതുപോലെ നടുവിലൂടെ മുറിച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആ കുബൂസിന് മുകളിലേക്ക് ചെയ്യാം. അപ്പം ഇതിപ്പോൾ ഞാനിവിടെ ഷവർമ സോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഷവർമ സോസ് എങ്ങനെ ഉണ്ടാക്കാം, പിന്നെ ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുക്കാം. സംശയമുള്ളവർ അതിലൊന്നങ്ങ് നോക്കിയാൽ മതി. ശരിക്കും ഷവർമ സോസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. ഞാൻ കുറച്ചുകൂടെ ചേർത്തു എന്നുള്ള ആ ഒരു ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഞാനൊരു കുബൂസ് അതിൻ്റെ നടുവിലൂടെ ഇങ്ങ് കീറി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഈ ഒരു ഷവർമ സോസ് ആക്കി കൊടുക്കാൻ, 2 ഭാഗത്ത് വേണമെങ്കിൽ 2 ഭാഗത്തും ആക്കാം കേട്ടോ. ക്രീമി ആയിട്ട് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷവർമയ്ക്ക് വേണ്ടിയിട്ട് ഇല്ലാത്ത ചിക്കൻ റെഡിയാക്കി എടുക്കുമല്ലോ, ആ ഒരു രീതിയിൽ റെഡിയാക്കിയിട്ടുള്ള ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ചിക്കൻ കയ്യിലുണ്ട് അല്ലെങ്കിൽ കഴിക്കാൻ എത്രത്തോളം ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 12 ഷവർമയാണ് ഏകദേശം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു 600 ഗ്രാം എല്ലില്ലാത്ത ചിക്കനായിരുന്നു എടുത്തിട്ട് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, അതും വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 പീസ് തക്കാളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയുടെ ടേസ്റ്റ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് വലിയ പീസ് തന്നെ വെച്ച് കൊടുക്കാം. പിന്നെ ഒരു വലിയ പീസ് കുക്കുംബർ ചെറുതായി കനം കുറച്ച് മുറിച്ചതാണ്. അതായത് നമ്മൾ കുക്കുംബർ ഉപ്പിലിട്ട് വെക്കില്ല, കുറച്ച് ഉപ്പും വിനാഗിരിയും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതുപോലെ കുക്കുംബർ മുറിച്ച് അതിലിട്ട് വെക്കുക. ഇതിപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കണമെങ്കിൽ രാവിലെ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ തലേദിവസം ഇട്ട് വെക്കാം. ഒരുപാട് മുൻപ് ഇട്ട് വെക്കണ്ട കേട്ടോ, കാരണം പെട്ടെന്ന് അതിൽ ഉപ്പ് പിടിച്ചോളും. ഇനി തീരെ സമയമില്ലെങ്കിൽ ഒരു 2 മണിക്കൂർ മുമ്പ് ചെയ്ത് വെച്ചാലും മതി കേട്ടോ. പിന്നെ ഏതെങ്കിലും ഒരു സാലഡിനുള്ള കുറച്ച് ഇലയും ഇട്ട് കൊടുക്കുക. കുറച്ച് ഒരു ലെറ്റ്യൂസാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അതിന് മുകളിലൂടെ കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷവർമ സോസ് തന്നെ ആക്കി കൊടുക്കുക കേട്ടോ. നമുക്ക് നല്ല ക്രീമി ആയിട്ട് കഴിക്കാനുള്ള ഷവർമ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് പകരം വേണമെങ്കിൽ കുറച്ച് മയണൈസും ഇട്ട് കൊടുക്കുക. മയണൈസ് ആണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. കുറച്ച് ഷവർമ സോസും കുറച്ച് മയണൈസ് ആണെങ്കിലും സൂപ്പർ ടേസ്റ്റ് തന്നെയായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് മടക്കി റോൾ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒരു ബട്ടർ പേപ്പറിലായിരുന്നു കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതങ്ങ് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കുബൂസ് ഇങ്ങനെ നടുവിലൂടെ കീറിയല്ലോ. ഇനി അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കുബൂസ് പ്ലെയിൻ ആയിട്ട് എടുത്ത് വെക്കുക. അതിൻ്റെ മേളിൽ ക്രീം, ചിക്കൻ, അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ്, തക്കാളി, നമ്മൾ കുക്കുംബർ കാര്യങ്ങളൊക്കെ ചേർക്കുക. സാലഡില എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് റോൾ ചെയ്തെടുത്താലും മതിയാകും. ഇങ്ങനെ ആകുമ്പോൾ എളുപ്പമാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതായത് കുബൂസ് നമുക്ക് മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇങ്ങനെ അങ്ങ് മടക്കിയതിന് ശേഷം ഒരു പീസ് ബട്ടർ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടങ്ങ് കവർ ചെയ്ത് റോൾ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇതാ ആദ്യത്തത് ഞാൻ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ 2 എണ്ണം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 10 എണ്ണം കൂടെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു രീതിയിലാണ് കുബൂസ് റെഡിയാക്കിയിട്ട് കൊണ്ടുപോകുന്നത്. ബാക്കിയുള്ള ഷവർമ ഞാൻ ഫോയിൽ പേപ്പറിലാണ് കേട്ടോ കവർ ചെയ്തെടുത്തുള്ള. ബട്ടർ പേപ്പർ തീർന്നിട്ടുണ്ടായിരുന്നു 2 എണ്ണം ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ ബാക്കിയുള്ളവർ 10 എണ്ണം ഇതുപോലെ ഫോയിൽ പേപ്പറിലും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് മിന്ന, അവളുടെ കൂടാണ്. ഞാനിപ്പോൾ ഈ സാധനം എന്തിനുണ്ടോ, ഇത് മിന്നൻ്റെ, ഇത് എൻ്റെത്. അപ്പോൾ ഇതെൻ്റെതാ. അപ്പോൾ ഞാൻ ഇപ്പോൾ പോവാൻ റെഡിയാണ്. കൺമശൊക്കെ ഇട്ട് ഇപ്പോൾ ശിവനാൻ്റെ ഇപ്പോൾ വിളിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പോവാം. കഴിക്കാനായിട്ട് ഞാൻ ഷവർമ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരുപാട് സമയമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. അപ്പോൾ ഒരു പായൊക്കെ എക്സ്ട്രാ എടുത്ത് വെക്കുന്നുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് പുല്ലിലൊക്കെ വിരിച്ചിരിക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഫതുവൊക്കെ എന്തായാലും വെള്ളത്തിലിറങ്ങി നനച്ച് എന്താ റെഡിയാവും. അപ്പോൾ ആ സമയത്ത് മാറ്റാനുള്ള ഡ്രസ്സ് കാര്യങ്ങൾ, പിന്നെ 2 ബോട്ടിൽ വെള്ളമൊക്കെ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡിസ്പോസിബിൾ ഗ്ലാസ്, കുറച്ച് ടിഷ്യൂ ഒക്കെയാണ് എടുത്ത് വെക്കുന്നത്. പിന്നെ ബീച്ചിൽ നിന്ന് നമ്മളവിടെ അടുത്ത് തന്നെയാണ്, ഒരു 10 മിനിറ്റ് യാത്രയുള്ളതാണ്. പിന്നെ ഒരുപാട് സമയമൊന്നുമില്ല, ഒരു 1-2 മണിക്കൂർ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുതന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കരുതാനൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഫതു നല്ല ഹാപ്പിയിലാണ്, കാരണം വെള്ളത്തിൽ കളിക്കാനാണല്ലോ പോകുന്നത്. അപ്പോൾ ഫതുവിന് അവിടെ പോയിട്ട് വെള്ളത്തിൽ ഇറങ്ങാനുള്ള ആ ഒരു ഡ്രസ്സ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്, വേറെ നല്ല ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല. ഫതുവിൻ്റെ ഫ്രണ്ടും ഫാമിലിയും ഒക്കെ വരുന്നുണ്ട്, ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത് കേട്ടോ. കുറച്ച് ആളുകളും കൂടി ഉണ്ട്, അതാണ് കേട്ടോ ഞാൻ അത്ര കൂടുതൽ ഷവർമയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്.
താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 10 മിനിറ്റ് യാത്ര തന്നെ ഉള്ളൂ ഈ ബീച്ചിലേക്ക്. കോർണിഷ് ബീച്ചിലേക്കാണ് പോകുന്നത്, കോർണിഷ് ഫാമിലി ബീച്ചിലേക്ക്. അപ്പോൾ ഒരുപാട് യാത്രയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എത്തും. ഞങ്ങളൊരു 4:30 കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിയത്. എന്നാലും നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടൊന്ന് പോട്ടെ എന്ന് വെച്ചാൽ കുറേ ഇരുന്ന് ലേറ്റായിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെയെന്ന് വെച്ചാൽ വീക്കെൻഡും ആണ്, ഈദിൻ്റെ ലീവൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആളുകളും ഉണ്ട്, ഒരുപാട് ഫാമിലി ഉണ്ട്. അപ്പോൾ ചെന്ന ഉടനെ ഇവർ കളിയൊക്കെ തുടങ്ങി. വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഫതുവിന് നല്ല ഇഷ്ടമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും, നമുക്ക് ഇഷ്ടമാണല്ലോ വെള്ളത്തിൽ കളിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിവിടെ പോക്കുന്നുണ്ട്. ഇപ്പോൾ പോയിട്ട് കുറേ ആയി. അപ്പോൾ പെരുന്നാളിൻ്റെ ലീവൊക്കെ വരുന്ന സമയത്ത് പോകാമെന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ സമയത്ത് ലീവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള 2 ദിവസം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഫുൾ അങ്ങനെ പുറത്ത് പോയി ഫതുവിൻ്റെ ഫ്രണ്ടോടെ ഒക്കെ ആയിട്ടുള്ളൊരു കളിയാണ്. പിന്നെ ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല കേട്ടോ, കാരണം ജസ്റ്റ് വെള്ളത്തിൽ പോയി കളിച്ച് വന്നു, അത്ര തന്നെ ഉണ്ടായിട്ടുള്ളൂ. അതിനിടയിൽ ഹസ്ബൻഡ് വീഡിയോ എടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് അങ്ങ് സ്ലിപ്പായിട്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ക്യാമറ മൊബൈലോട് കൂടെ അങ്ങ് പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അടിയിലുള്ള കുറച്ച് ക്ലിപ്പൊക്കെ നമുക്ക് ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കിട്ടി ക്യാമറയിൽ. അതും പിന്നെ വെള്ളത്തിൽ കളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഫുൾ ജാർ സോഡ ഉണ്ടാക്കുന്ന പരിപാടിയായിരുന്നു. ഫുൾ ജാർ സോഡ ഭയങ്കരമായിട്ട് മൊത്തത്തിൽ ട്രെൻഡാണല്ലോ. അപ്പോൾ ഗ്ലാസ് ഉണ്ടായിരുന്നു കയ്യിൽ, പിന്നെ അവർ കുറച്ച് ടോയ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഫുൾ ജാർ സോഡ ഉണ്ടാക്കുന്ന പരിപാടിയായിരുന്നു. അവർക്കൊരു രസം വരുന്നത് അങ്ങനെ വെള്ളവും മണലും കൂടെ കൂട്ടിയിട്ടുള്ള ഫുൾ ജാർ സോഡയൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ ഒരു 6:40 വരെ ടൈമുള്ളൂ നമുക്ക് വെള്ളത്തിൽ കളിക്കാനായിട്ട്. ആ സമയമാകുമ്പോഴേക്കും കയറണം. ലൈറ്റ് അങ്ങനെ കാര്യമായിട്ട് പോയിട്ടൊന്നുമില്ല, എന്നാലും ആ ഒരു സമയം വരെ അവരെ ടൈം അലൗഡ് ആക്കിയിട്ടുള്ളൂ. അങ്ങനെ ഒരു 6:45 ആയപ്പോഴേക്കും വെള്ളത്തിൽ നിന്ന് കയറി. പിന്നെ കുളിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടാവുമല്ലോ ബീച്ചിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി അപ്പോഴേക്കും ഫതുവിനും മിന്നയ്ക്കൊക്കെ നല്ല ക്ഷീണമൊക്കെ പിടിച്ച് വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഷവർമ ഒക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഫുഡൊക്കെ കഴിച്ചു.
ഫുഡ് കഴിക്കാന്ന് പറയുമ്പോൾ ഒരുപാട് സമയമൊന്നുമില്ല കേട്ടോ. നമ്മൾ കൊണ്ടിട്ടുള്ള ഒരു ഷവർമയും പിന്നെ പുറത്തുനിന്ന് കുറച്ച് ഫ്രഷ് ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും കൂടെ കഴിച്ചു. അങ്ങനെ പിന്നെ പോരാനുള്ള സമയമായി. ഒരുപാട് വലിയ വീഡിയോ ഒന്നല്ല കേട്ടോ, ചെറിയൊരു വ്ളോഗാണ്. വീഡിയോസ് കുറേ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ ഒന്നും ഇതിലേക്ക് ഇടുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ എല്ലാം സെയിം വെള്ളത്തിൽ കളിക്കുന്നതും കാര്യങ്ങളും നമ്മൾ പോയിട്ടുള്ളതാണ്. ഒരുപാട് ഭയങ്കര പുതുമയുള്ള കാര്യങ്ങളൊന്നും ഇല്ലതാനോ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ പെരുന്നാളിൻ്റെ സമയത്ത് ലീവ് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടപ്പോൾ 2 ദിവസം ലീവ് കിട്ടിയ സമയത്ത് ജസ്റ്റ് ഒന്ന് ബീച്ചിലേക്ക് പോയി, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ മാത്രം. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ വരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക്